സ്പെഷ്യൽ കറി അതുണ്ടാക്കുന്നതാണെങ്കിലോ ഒരു സ്പെഷ്യൽ മസാലയിലും ഇന്നത്തെ നമ്മുടെ റെസിപ്പിയായ പൊട്ടാറ്റോ ക്യാപ്സിക്കം മസാല അത് ചെയ്യുന്നത് സാധാ മസാല വെച്ചിട്ടല്ല കേട്ടോ. ഒരു സ്പെഷ്യൽ മസാലയാണ് അതിൻ്റെ കൂട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തി, ചോറ്, പൊറോട്ട, നാൻ, പൂരി, അപ്പം എന്തിൻ്റെ കൂടെ ആയാലും ചിലവാകുന്ന നല്ലൊരു കറി. അപ്പോൾ ഇതിൻ്റെ രഹസ്യം അറിയണ്ടേ? അപ്പോൾ നേരെ പോയി നമുക്ക് വീഡിയോ കണ്ടീഷൻ വരാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മസാലക്കറിയുടെ സ്പെഷ്യൽ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കപ്പലണ്ടിയും അതുപോലെ തന്നെ കടലപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുന്ന വീഡിയോ നഷ്ടമായി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മുടെ കുഞ്ഞു കയ്യിൽ ഒതുങ്ങാവുന്ന കുറച്ച് കപ്പലണ്ടിയും അതുപോലെ തന്നെ കുറച്ച് കടലയും അത് ചെറു തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അതൊരു 4-5 എണ്ണം ചേർക്കുന്നുണ്ട്. കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വലിയ എരിവൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി 1 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു പട്ട ചെറുതാക്കി നുറുക്കിയതും 1 ഏലക്കായും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നല്ല ജീരകവും പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടായിരിക്കും. രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. വെള്ള കളറുള്ള എള്ളാണ് ഞാൻ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരിക്കും. അതും ചേർത്തിട്ട് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ചെറു തീയിലിട്ടിട്ട് ചൂടാക്കി എടുക്കാൻ പറയുന്നത്. ഇത് ചൂടായി വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട്. ലാസ്റ്റ് നമുക്കിതൊന്ന് പൗഡറാക്കി എടുക്കണം. ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് പൊടിച്ചെടുക്കുക. നമുക്കിനി ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 1.5 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നുറുക്കിയതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൗൺ കളറൊന്നായി പോകണ്ട. നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് ഒരു പച്ചമുളകും അതേപോലെ ഒരു 2 വലിപ്പമുള്ള തക്കാളിയായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഓയിൽ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇഞ്ചി ചതച്ചത് നോക്കുമ്പോൾ ഓരോ ടേബിൾ സ്പൂണോളം 2 ഉണ്ടായിരിക്കും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കൂട്ട് ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ അത് വഴണ്ടി വരാൻ ഒരിച്ചിരി സമയം വേണ്ടി വരും കേട്ടോ. ഇതായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം, ഞാനിവിടെ ഒരു ക്യാപ്സിക്കം പച്ച മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് കളറ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ കളറും എടുക്കുക കേട്ടോ. ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ക്യാപ്സിക്കത്തിന് ഒരു സ്മെല്ലുണ്ടായിരിക്കും, ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം ഇപ്പം തന്നെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്ത് അതിനകത്തോട്ട് ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂബ്സായി കട്ട് ചെയ്തതാണ്. ഇത് കനം കുറച്ച്, അതായത് ഇച്ചിരി വലിപ്പം കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. വേണ്ട ഇതിവിടെ വെള്ളമെല്ലാം വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാപ്സിക്കത്തിനകത്തും ഉരുളക്കിഴങ്ങിനകത്തൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അതൊക്കെ വറ്റി വന്നാലാണ് മസാലക്കൂട്ട് ചേർക്കുമ്പോൾ നല്ല സ്മെല്ലെല്ലാം കിട്ടത്തുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിനകത്തോട്ട്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ കാശ്മീരി ചില്ലിയല്ല, സാധാ വറ്റൽമുളക് നിങ്ങൾ എടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട. അല്ല കാശ്മീരി ചില്ലി എടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല അത് ചൂടാറിയപ്പോൾ ഞാൻ പൊടിച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഓരോ ഉരുളൻകിഴങ്ങും ഈ മസാലയുടെ കൂട്ട് നന്നായിട്ട് പിടിക്കണം. നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു മണമാണ് കേട്ടോ ഈ മസാലക്കൂട്ട് ചേർക്കുമ്പോൾ വരിക. അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരു മസാല കറി റെഡിയാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെയും ഉരുളൻകിഴങ്ങിൻ്റെയും വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊരു 1/2 ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ മസാലക്കൂട്ടിൽ കിടന്നിട്ടൊന്ന് വേവണ്ടേ, അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ആവേണ്ട, ആവശ്യത്തിന് മാത്രം മതി. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ്, ചെറിയ കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതിൽ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തേക്ക്. അല്ല വെള്ളം കൂടിപ്പോയെങ്കിൽ പിന്നെ നിങ്ങളത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വെച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രേവി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.